ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ ഈ പിഴച്ച വിശ്വാസത്തിലാണ്. ഇത് ജിന്നിതേട്ടം മാത്രമൊന്നുമല്ല, ജിന്നിതേട്ടം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാ പിഴച്ച വിശ്വാസം ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകളിൽ. ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ ബുദ്ധിമുട്ട്. അതിനൊക്കെ കുറെ ന്യായം പറയുന്നത് ബുക്കുകളാണ്. ഈ പിശാചിന്റെ ഇടപെടലുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് കാണാം. എന്താ വിശദീകരിക്കുന്നത്? പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാൻ പിശാച് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെ കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് നടക്കുക, എന്നിട്ട് പിശാച് അസുഖം വരുന്നു, പിശാച് അപകടം വരുത്തും പറഞ്ഞിട്ട് ഇങ്ങോട്ട് അത് അള്ളാഹു ആണ് നമുക്ക് അസുഖം തരുന്നത്, അത് പരീക്ഷണമാണ്, അത് നമ്മുടെ പാപം പൊറുക്കാനുള്ളതാണ്, അള്ള ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്കൊരു പരീക്ഷണമായും നമ്മുടെ പ്രവർത്തന മൂലവും വരും. അതൊന്നെല്ലാം നമ്മൾ ക്ഷമിക്കണം, നമുക്ക് പാപം പുറത്ത് കിട്ടും, നമ്മൾ അള്ള ഇഷ്ടപ്പെടും. അവിടെ പിശാച് വരുന്നത് നമുക്ക് അസുഖം തരാനും അപകടം തരാനും അല്ല. അസുഖം അപകടം വന്ന് നമ്മളെ പാപം പുറത്ത് കിട്ടും, സ്വർഗത്തിലെത്തുക ചെയ്യുക, അതിനല്ല പിശാച് വരുന്നത്. പിശാച് വരുന്നത് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനാ. അവിടെ നമ്മൾ ശിർക്കിലേക്കും വിദേഹത്തിലേക്കും നന്ദികേടിൻ്റെ വാക്കൊക്കെ അള്ളാഹുവിനെ കൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും. അള്ളാഹിനെ പറ്റി ശിർക്കിലേക്കും വിദേഹത്തിലേക്കും കൊണ്ട് അതിൽ നിന്ന് സൂക്ഷിക്കാനാണ് വേണ്ടത്. നേരെ ഉൾട്ട. എന്താ ചെയ്യങ്ങൾ പറയും. ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എത്തി. എത്ര പണ്ഡിതന്മാരാണെന്നറിയോ നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ? ഫൈസൽ നന്ദിയും സനീർ സലായി മാത്രമൊന്നുമല്ല, സലഫി ഡിഗ്രിയുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ മിദ്ലാജ് സലായി, അതുപോലെ തന്നെ അൻസാരികൾ, മൻസൂർ അൻസാരി, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് പ്രവർത്തകർ, ആത്മാർത്ഥയുള്ള നമ്മുടെ പ്രവർത്തകർ. അവരൊക്കെ നമ്മളോട് ദേഷ്യമാണ്. ഇപ്പോൾ റാഫി മുഹമ്മദ് റാഫി എൻ്റെ കൂട്ടുകാരനാണ്, റാഫി കൽപ്പകഞ്ചേരി, വളവന്നൂർ റാഫി എന്ന് പറയുന്ന ആളില്ലേ, എൻ്റെ കൂട്ടുകാരനാ, മിണ്ടുന്നില്ല. ഷിബു അബ്ദുസലാം, അവർക്കൊക്കെ നമ്മളോട് ദേഷ്യമാണ്. അതുപോലെ പുതിയ കടവ് സുലൈമാൻ കടവിലാൻ, ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സുലൈമാൻ കടവിലാൻ പറയുന്നത് ഇത് ഒറിജിനൽ അനസിൻ്റെയും കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടിയൊക്കെ പറഞ്ഞതാണ്. അവരോട് പറഞ്ഞിങ്ങനത്ര വിവാദമായ ഈ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ജിന്നുബാധ കേരളത്തിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ല, മുമ്പ് മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ, അതിൻ്റെ പേരിലുള്ള അനാചാരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എമ്പാടും എതിർക്കുകയും ഈ സമൂഹത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്തു. ആ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു. ആ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചത് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായ TK മുഹീദ്ദീൻ ഉമരിയും M മുഹമ്മദ് മദനിയുമാണ്. അതേപോലെ KNMന്റെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, ജനറൽ സെക്രട്ടറിയായ AP അബ്ദുൽ ഖാദർ മൗലവി, അന്നത്തെ ജമിയത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് മെമ്പറായ SM ഐദീദ് തങ്ങൾ, ഫത്വ ബോർഡ് ചെയർമാനായ ഐദീദ് തങ്ങൾ, ഇവർ ഈ വിഷയത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ ചില വിവാദങ്ങൾ, ആ വിവാദങ്ങൾ, അതിൽ ജമിയത്തുൽ ഉലമയുടെ നിലപാടെന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്ക് അയച്ചു. ആ അതിലെന്താ പറയുന്നത്? മതപ്രബോധന രംഗത്ത് ജിന്ന് പിശാച് സീർ വിഷയങ്ങൾ ഏതാനും വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈജ്ഞാനികമായ വശം സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? അവന്റെ ഉപദ്രവങ്ങളും വസ്വാസുകളും കേവലം തോന്നലല്ലെന്നും അതുകൊണ്ട് തന്നെ അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും ഖുർആനും സുന്നത്തും അനുശാസിക്കുന്നുണ്ട്. ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ, തവക്കുല്, പിശാചിൽ നിന്ന് അവനോട് രക്ഷ തേടൽ, ഇസ്തിആദത്ത്, അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിച്ച ദിക്ർ, ദുആകൾ ജീവിതത്തിൽ പതിവാക്കൽ, വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി, മുഅവ്വദത്തൈൻ പോലുള്ള ഹദീസിൽ വന്ന പോലെ അനുഷ്ഠിക്കൽ തുടങ്ങിയവ പിശാചിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ വിഷയത്തിൽ അത് കേവലം തോന്നൽ മാത്രമല്ല, വസ്വാസ് മാത്രമല്ല എന്ന് ജമിയത്തുൽ ഉലമ നിലപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.